കണ്ണൂര് പഴയ കണ്ണൂരല്ല. കണ്ണൂരിൽ 11 മിനി IT പാർക്കുകൾ. 2022 കണ്ണൂർ നഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടാൽറോപ്പ് ആരംഭിച്ച ജില്ലയിലെ ആദ്യ ടെക്കീസ് പാർക്കിന്റെ പ്രവർത്തനം വിജയകരമായ 3 വർഷം പൂർത്തിയായതിനു ശേഷമാണ് മറ്റ് 10 നിയോജക മണ്ഡലങ്ങളിൽ കൂടി ടെക്കീസ് പാർക്കുകൾ ആരംഭിക്കുന്നത്. ടെക്കീസ് പാർക്കുകളിലൂടെ കണ്ണൂർ ജില്ലയിൽ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്നതിനൊപ്പം 100-കണക്കിന് സ്റ്റാർട്ടപ്പുകളും ആഗോള കമ്പനികളും പിറവിയെടുക്കും. നിലവിൽ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ എല്ലാ റിസോഴ്സസും ഒരുക്കി നൽകുന്നതിനും ടെക്കീസ് പാർക്കുകൾ വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നൂതന ടെക്നോളജിയെ അടുത്തറിയാനുള്ള അവസരവും റണ്ണിംഗ് സ്റ്റാർട്ടപ്പുകളിൽ എക്സ്പീരിയൻസ് നേടുന്നതിന് സാഹചര്യവും ഒരുങ്ങുന്നതിലൂടെ അനവധി സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതും ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പര്യാപ്തമായതുമായ 100-കണക്കിന് സ്റ്റാർട്ടപ്പുകൾ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും ഉയർന്നുവരും. ഒപ്പം നിലവിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ലോകോത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചറും ലോക മാർക്കറ്റിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള വഴിയും ടെക്കീസ് പാർക്കുകളിലൂടെ ലഭ്യമാവും. അമേരിക്കയിലെ സിലിക്കൺ വാലിയുടേതിന് സമാനമായ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബ്ബായ ടെക്കീസ് പാർക്കുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടിക്സിനുമപ്പുറം ടെക്നോളജിയെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാൻ കഴിയുന്ന ടെക്നോളജി ഹബ്ബും പുതിയ സംരംഭക സാധ്യതകളെയും ബിസിനസ്സുകളെയും അടുത്തറിയാൻ കഴിയുന്ന ഓൺട്രപ്രണർഷിപ്പ് ഹബ്ബുമാണ്. ടെക്നോളജി നിയന്ത്രിത ലോകത്തെക്കുറിച്ചുള്ള നിരന്തര ഗവേഷണങ്ങൾ നടക്കുന്ന റിസർച്ച് ഹബ്ബുകളും സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ സമൂഹവുമായി കണ്ണുചേർക്കുന്ന ഒപ്പം സമൂഹത്തിലെ ഓരോ പൗരൻ്റെയും ശാക്തീകരണത്തിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കുന്ന കമ്മ്യൂണിറ്റി ഹബ്ബുകളും കണ്ണൂർ ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ടെക്കീസ് പാർക്കുകൾ നിലവിൽ വരുന്നതോടെ സജ്ജമാവും. ഇവിടുത്തെ സാധാരണക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ടാലൻറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇവിടുന്ന് എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മുഴുവൻ കണക്ട് ചെയ്യാൻ കഴിയുന്ന കൊമേഴ്സ് സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പം ഊബർ വന്നതുപോലെ, സ്വിഗ്ഗി വന്നതുപോലെ, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോ വന്നതുപോലെ, അങ്ങനെ ഒയോ റൂംസ് വന്നതുപോലെ വ്യത്യസ്തങ്ങളായി ആളുകളുടെ പ്രോബ്ലംസ് കണക്ട് ചെയ്യുന്ന പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരേണ്ടതുണ്ട്, ടെക്നോളജി സംരംഭങ്ങൾ വരേണ്ടതുണ്ട്. ഇതിന് ഒരു ഇൻക്യുബേഷൻ ഹബ്ബായി, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബ്ബായി ക്യാമ്പസുകൾ മാറണം. ഒരു റിസർച്ച് ഹബ്ബായി, ഒരു കമ്മ്യൂണിറ്റി ഹബ്ബായി, ഒരു ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബ്ബായി ഓരോ ക്യാമ്പസുകളും മാറുമ്പോഴാണ് ഇതിനനുസരിച്ച് സൊസൈറ്റിയിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. ലോകം ടെക്നോളജി നിയന്ത്രിതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സർവ്വമേഖലയിലും ടെക്നോളജി ആധിപത്യം സ്ഥാപിക്കുമ്പോൾ സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം തന്നെ പുതുതലമുറ ഏറ്റവും നൂതന ടെക്നോളജിയെ അറിഞ്ഞ് റിയൽ എഞ്ചിനീയർമാർക്കൊപ്പം ഇൻഡസ്ട്രിയെ അനുഭവിച്ച് മുന്നേറേണ്ടതുണ്ട്. ടെക്കീസ് പാർക്കിലെ ടെക്നോളജി ഹബ്ബിലൂടെ ടെക്കീസ് പാർക്ക് നിലനിൽക്കുന്ന ക്യാമ്പസിലെയും മണ്ഡലത്തിലെ മറ്റ് ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് സാധ്യമാവുന്നു. ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസിൻ്റെ അഭാവമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ബാധിക്കുന്ന കാതലായിട്ടുള്ള പ്രശ്നം. കാരണം റാങ്ക് നേടിയിട്ടുള്ള കുട്ടികൾ തന്നെ മറ്റ് തൊഴിൽ മേഖലകളിൽ വളരെ പിന്നോക്കം പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുള്ളത്. ടാൽറോപ്പും അതുപോലെ നഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായിട്ട് ഇവിടെ ഒരു ടെക്കീസ് പാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു മുന്നേറ്റമാണ്. സമൂഹം അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് നൂതന സംരംഭക ആശയങ്ങളെ സർവ്വ പിന്തുണയും നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് ലോകം. ഇതിനായി സ്കൂൾ കോളേജ് പഠനകാലത്ത് തന്നെ വികസിത രാജ്യങ്ങളിൽ സംരംഭക പരിശീലനം സിലബസിന്റെ ഭാഗമാണ്. സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അവസരമൊരുക്കി സാമൂഹിക ഉത്തരവാദിത്വമുള്ള സംരംഭകരെ വാർത്തെടുക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലുകൾ സൃഷ്ടിക്കാനും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും കഴിയുന്നു. ഇതിലേക്കുള്ള ഒരു പാലമായി ടെക്കീസ് പാർക്കുകൾ മാറും. ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസവും പ്രായോഗിക പരിശീലനവും പൂർത്തിയാവുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നത് യുവതലമുറ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും നല്ല തൊഴിൽ ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവണം. വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി നിരന്തര സമ്പർക്കത്തിന് സംവിധാനമൊരുക്കുന്നതിലൂടെ സമൂഹം ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനും നൂതന വിദ്യാഭ്യാസ ചിന്തകൾക്കൊപ്പം സമൂഹത്തിന് മുന്നേറുന്നതിനും സാഹചര്യമൊരുങ്ങുന്നു. കണ്ണൂർ ജില്ലയെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസിയിലേക്ക് എത്തിച്ച് ഓരോ പൗരനെയും ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജമാക്കുകയെന്ന ഉത്തരവാദിത്വം ടെക്കീസ് പാർക്കുകളിലെ കമ്മ്യൂണിറ്റി ഹബ്ബുകൾ നിർവഹിക്കുന്നു. ടാൽറോപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടെക്കീസ് പാർക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
പണ്ട് വായനശാലകൾ എങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ നാനാതലങ്ങളിലുള്ള ആളുകളെ ഒത്തുചേർക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ സാഹിത്യ മേഖലകൾക്കടക്കം നെടുംതൂണുകളായത്, അതുപോലെയാണ് ഇന്ന് ടെക്നോളജിയാൽ നയിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഓരോ ടെക്കി സ്പാർക്കുകളുടെയും സ്ഥാനം. ആപ്പിളും ആമസോണും ഫേസ്ബുക്കും പിറവിയെടുത്ത ടാലന്റഡ് മാൻ പവറും നൂതന ടെക്നോളജിയും ആവോളം ലഭ്യമാവുന്ന സംരംഭകരുടെ സ്വപ്നഭൂമിയായ അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡലിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുകയെന്ന ടാൽഡ്രോപ്പ് മിഷന്റെ നെടും തൂണുകളിലൊന്നാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലുമായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെക്കി സ്പാർക്കുകൾ. അതുകൊണ്ട് തന്നെ ലോക നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ടെക്കി സ്പാർക്കുകളിൽ ഒരുക്കി വരുന്നത്. അൻപതോളം എഞ്ചിനീയർമാരും സംരംഭകരും സംരംഭക തൽപരരും ടെക്നോളജിയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളും ചേർന്ന നിരന്തരമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന റിസർച്ച് ഹബ്ബ് കൂടിയാണ് ഓരോ ടെക്കി സ്പാർക്കുകളും. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിലേക്ക് ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു. ഞാനിപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പറിൽ API ഡെവലപ്മെൻ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആവുന്നതും ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ, കണ്ണൂർ.